തിങ്കളാഴ്ച വൈകിട്ട് കക്കട്ടിൽ അങ്ങാടിയിൽ വയോധികനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി ഒടുവിൽ പിടിയിലായി. മതുക്കുന്ന് പുന്നൂപ്പറമ്പത്ത് 65 വയസ്സുകാരനായ ഗംഗാധരനെ ആക്രമിച്ച കേസിൽ കക്കട്ടിൽ സ്വദേശി ലിനീഷിനെയാണ് CI AP കൈലാസ്നാഥ് അറസ്റ്റ് ചെയ്തത്. പരിസരത്തെ കടകളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടിയിലാക്കിയത്. കടലാസിൽ പൊതിഞ്ഞ വടിവാൾ മഴക്കോട്ടിനുള്ളിൽ ഒളിപ്പിച്ച പ്രതി ഒരു കൂസലുമില്ലാതെ വളരെ ധൈര്യത്തോടെ ഇടവഴിയിൽ കയറി മഴക്കോട്ട് ധരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. തുടർന്ന് മുഖം മാസ്ക് കൊണ്ട് മറച്ച് കടലാസിൽ പൊതിഞ്ഞ കൊടുവാളുമായി വന്നാണ് ആളുകൾ നോക്കി നിൽക്കെ പ്രതി വയോധികനെ ആക്രമിക്കുന്നത്. സംഭവശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്നാണ് പിടിയിലാവുന്നത്. ആക്രമിക്കാനുള്ള കാരണമെന്തെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഗംഗാധരന്റെ ബന്ധുവിന്റെ വീട്ടിൽ CPM ബ്രാഞ്ച് കമ്മിറ്റി യോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന തർക്കങ്ങളും അടിപിടിയുമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. 23 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. യോഗം നടത്തുന്നത് ഗംഗാധരനും BJP പ്രവർത്തകനായ മകൻ ലഖേഷും എതിർത്തിരുന്നു. തുടർന്ന് വാക്കേറ്റവും അടിപിടിയും ഉണ്ടായതായും മകനെതിരെ CPMകാരുടെ പരാതി പ്രകാരം കേസെടുത്തിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ വൈരാഗ്യത്തിൽ ചെയ്തതാണോ എന്നും അറിയില്ല. ഇതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈയടുത്ത് കേരളത്തിൽ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു ഭയവും കൂസലുമില്ലാതെയാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമത്തിലും നിയമവ്യവസ്ഥയിലും ഒരു ഭയവുമില്ല. അറസ്റ്റിലായാലും ഉടൻ ഊരി പുറത്തിറങ്ങാമെന്ന ആത്മവിശ്വാസമാണ് ഇവരെ ഇതിലേക്ക് നയിക്കുന്നതെന്നും ചിലർ പറയുന്നുണ്ട്. സമാനമായി രാസലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലഹരി കാരണം അക്രമങ്ങൾ കൂടി വരികയും ആക്രമണത്തിന്റെ രീതികൾ മാറി വരികയുമാണ് ചെയ്യുന്നത്. കേരളത്തിൽ മുഴുവൻ ക്രൂരമായ ആക്രമണങ്ങളാണ് ഈ അടുത്ത് തന്നെ അരങ്ങേറിയിട്ടുള്ളത്. പുറത്തു പറയാൻ സാധിക്കാത്ത ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ലഹരിയെയും ഇത്തരം അതിക്രമങ്ങളെയും പ്രതിരോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പണം ഞങ്ങൾ തരും.